ഹലോ, അസ്സലാമലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കാസർഗോഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് ഫേമസ് ആണിത്. അപ്പോൾ ഞങ്ങളിതിന് എലാപ്പം എന്ന് പറയും. പണ്ട് മുതലേ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. എല്ലാ നാട്ടിലും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു ഓൾമോസ്റ്റ് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 300 ഗ്രാമോളം ശർക്കര എടുക്കുക കേട്ടോ. ഞാൻ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി മെൽട്ടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് 3 മുറി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 1.5 തേങ്ങ, ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 300 ഗ്രാം ശർക്കര എടുക്കുക, അല്ലെങ്കിൽ 250 ഗ്രാം ശർക്കര എടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഈ ഒരു ശർക്കര പാനിയൊക്കെ നന്നായി വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ പുറത്ത് വരും. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരി പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 കപ്പ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു കാസർഗോഡ് സ്റ്റൈലിലുള്ള ആ ഒരു പത്തിരിപ്പൊടിയാണ് കേട്ടോ, അല്ലാതെ നൈസ് പത്തിരിപ്പൊടിയല്ല. നൈസ് പത്തിരിപ്പൊടിയാണെങ്കിൽ ഒന്ന് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ വാട്ടിയെടുക്കണം. ഇതിപ്പോൾ അങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ 4 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പത്തിരിപ്പൊടി എന്ന് പറയുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നീട് നമ്മളത് മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ, അത് ഞാൻ പറയാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 5.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ 4 കപ്പ് പൊടിക്ക് 5.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു പത്തിരിപ്പൊടി ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരും. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ചൂടാറുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. പക്ഷേ അതിനേക്കാളും ഒരിച്ചിരി ഒരു പൊടിക്ക് ലൂസായിട്ടാണ് കേട്ടോ ഇതിൻ്റെ മാവ് എന്ന് പറയുന്നത്. അത്രയും ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട. നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇത് ജസ്റ്റ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പത്തിരി മാവൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, അതിനേക്കാളും ഒരിച്ചിരി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി വെച്ചിട്ട് ചെയ്യാം. പുഴുക്കലരി നല്ലോണം കുതിർത്ത് അരച്ചെടുത്തിട്ട്, നമ്മൾ ലൂസായിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ പിന്നീട് വാട്ടിയെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. അതുപോലെ റേഷൻ അരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. റേഷൻ അരി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വെളുത്ത പുഴുക്കലരിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, റേഷനിൽ കിട്ടുന്ന പുഴുക്കലരി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുതിർത്ത് അരച്ചിതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് റോളാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഷേപ്പാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. ടർമറിക് ലീഫ്, അതുപോലെ ഞങ്ങളിതിന് മഞ്ഞൻ്റെ ഇല എന്ന് പറയും. അപ്പോൾ ഇത് നല്ലോണം വാഷ് ചെയ്ത് ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ വീട്ടുവളപ്പിലൊക്കെ ഉണ്ടാകാറുള്ള ലീഫാണിത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു അറ്റമൊക്കെ ഒന്ന് 2 അറ്റവും കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണ്ട. നമ്മളിതുപോലെ മാവ് എടുത്തിട്ട് ആദ്യം ഒന്ന്
നീളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇലയൊക്കെ വലിയ ഇലയാണെങ്കിൽ മാവ് തികയുന്നില്ലെങ്കിൽ കുറച്ച് മാവ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ആദ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ വലിയ ഇല ആയതുകൊണ്ട് മാവ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡ് ഫിനിഷിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ മാവ് അങ്ങോട്ടേക്ക് നീങ്ങുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് കുറച്ചും കൂടെ അത് കവറായി വരും. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലോട്ട് ആ ഒരു പണ്ടം വെച്ചിട്ട് പിന്നീട് നമുക്കത് കൂട്ടി ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പണ്ടം അതിലോട്ട് തികയണം. അപ്പോൾ ഇതുപോലെ തന്നെ മാവ് കുറച്ച് വീതിയിൽ തന്നെ പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഇല ഇതുപോലെ പരത്തിയെടുത്തിട്ട് പിന്നീട് നമുക്ക് ആ ഒരു പണ്ടം വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞ പോലെ 2 അറ്റവും കൂടെ 2 സൈഡും കൂടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ നടുക്ക് പണ്ടം വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നടുക്ക് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. സൈഡിലോട്ടൊന്നും ആവാത്ത വിധത്തിൽ നടുക്ക് മാത്രമായിട്ട് പണ്ടം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലൂസായിട്ടുള്ള പണ്ടമൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് വരും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അതുപോലെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴും അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഈ ഒരു പണ്ടമൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് യോജിപ്പിക്കാം കേട്ടോ. നമ്മൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് 2 അറ്റവും കൂടെ നമുക്ക് ജോയിൻ്റ് ആയി എന്ന് തോന്നണം. ആ ഒരു രീതിയിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് 2 അറ്റവും കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതും ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് 20 ഇതുപോലുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണ്ടം ബാലൻസ് വരികയോ അല്ലെങ്കിൽ മാവ് ബാലൻസ് വരികയോ അങ്ങനെയൊന്നുമില്ല. പാകത്തിന് തന്നെ ആവുന്നുണ്ട്. 20 അപ്പം, ഈ ഒരു സൈസിലുള്ള 20 അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിനേക്കാളും വലിയ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര കിട്ടില്ല. പക്ഷേ പണ്ടവും മാവും പാകത്തിനാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വലിയ ഇല തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ വലിയ സ്റ്റീമറില്ല കേട്ടോ, ചെറിയ സ്റ്റീമറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലാണിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ സ്റ്റീമറിൽ നമുക്ക് ഇത്രയും വലിയ ഇലയൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അത് കട്ട് ചെയ്തിട്ട് നല്ലോണം ചെറുതാക്കിയിട്ടൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ടും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് പിന്നീട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ലീഫിൽ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറെന്നൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം ഞങ്ങളെ ഇലയപ്പം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ കാസർഗോഡുകാരാണെങ്കിലും ചിലപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും കുറേ പേർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. എത്ര മാവ് എടുക്കണം, അതിലോട്ട് എത്ര പണ്ടം വേണം എന്നൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ചൂടുണ്ട്, അങ്ങനെ ചൂടാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ അകത്ത് പണ്ടൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.